നമസ്കാരം, സുമിയാണ്. ലൈഫ് ഓഫ് സുമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് നിൽക്കുന്നത് നമ്മുടെ കൃഷിത്തോട്ടത്തിലാണ്. അപ്പോൾ കഴിഞ്ഞൊരു വീഡിയോയിൽ പൂന്തോട്ടം കാണിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഇനിയൊരു കൃഷിത്തോട്ടത്തിൻ്റെ അടാറ് വീഡിയോ വരുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ പോയി വന്നപ്പോഴത്തേക്കും നമ്മുടെ കൃഷിത്തോട്ടത്തിൽ എന്തെല്ലാം മാറ്റങ്ങളുണ്ടായി, എന്തൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ, ഞാൻ നട്ട സാധനങ്ങളൊക്കെ പോയോ. ഇവിടെ ഭയങ്കര മഴയായിരുന്നു കേട്ടോ. മഴ എന്ന് പറഞ്ഞാൽ ഭയങ്കര മഴയാണ്. കാരണം ഡിസംബർ പകുതി മുതൽ ഇവിടെ മഴ സീസൺ തുടങ്ങാം കേട്ടോ. അപ്പം ഇവിടെ നമ്മുടെ ചെടിത്തോട്ടത്തിലൊക്കെ എന്തെല്ലാം മാറ്റം ഉണ്ടായെന്ന് ഞാൻ കാണിച്ചു തരാം. ഞാൻ വന്നിട്ട് ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ ആകെ വന്നിട്ട് ഇവിടുന്ന് ഒരു മുരിങ്ങേൻ്റെ ഇല, 2-3 മുരിങ്ങേൻ്റെ ഇല കമ്പ് എടുത്തായിരുന്നു കറി വെക്കാൻ വേണ്ടി. അതേപോലെ ചെറിയൊരു കുമ്പളവും ഞാൻ പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ബാക്കിയൊക്കെ ഞാൻ അങ്ങനെ നിർത്തി നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. അതുപോലെ കുറച്ച് പയറും പറിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഞങ്ങൾ വന്ന് ഇപ്പോൾ ഏകദേശം ഒരാഴ്ച കഴിഞ്ഞു. അപ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പോഴാണ് ടൈം കിട്ടിയത്. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങൾക്ക് നമ്മുടെ കൃഷിത്തോട്ടം കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അവ കാണല്ലേ? അവ കാണാനൊന്നുമില്ല, എൻ്റെ ബേക്കിൽ തന്നെ അതേ കുമ്പളമൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്കിന്ന് കുമ്പളത്തിൻ്റെ വിശേഷങ്ങൾ കാണാം കേട്ടോ. ഇന്ന് ചെറിയൊരു വെയിലുണ്ട്, അതുകൊണ്ട് ചെറുതായിട്ട് സൂര്യൻ കണ്ണി കുത്തുന്നുണ്ട്. എന്നാലും കുഴപ്പമില്ല, നമുക്ക് പതിയെ പതിയെ ഓരോന്നായിട്ട് കാണാം. ഞാൻ പോയ സമയത്ത് വള്ളിയൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇതിൽ കുമ്പളമൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇതിന്ന് 1-2 പറിച്ചെന്നൊക്കെ ആരെയൊക്കെ പറയണ്ടായിരുന്നു. അപ്പോൾ ഞാനും ഇത്ര പ്രതീക്ഷിച്ചില്ല ഇത്ര കുമ്പളം ഉണ്ടാവുന്നൊന്നും. അപ്പോൾ ഇതേ കുമ്പളം കണ്ടോ, ഒരു കുമ്പളം, രണ്ടാമത്തെ കുമ്പളം, വലിപ്പം കണ്ട നല്ല വലിപ്പമുണ്ട്, മൂന്നാമത്തെ കുമ്പളം, നാലാമത്തെ കുമ്പളം. ഞാൻ ഇങ്ങനെ എണ്ണണ എന്താണെന്ന് വെച്ചാൽ രസമുണ്ട് ഇങ്ങനെ കാണാൻ കേട്ടോ. പിന്നെ അവിടെ ഇവിടെയൊക്കെ കുഞ്ഞു കുഞ്ഞു കുമ്പളങ്ങൾ ഉണ്ടായി വന്നിട്ടുണ്ട്. നമ്മുടെ നെൽസൺ ഗ്യാസ് സിലിണ്ടർ കൊണ്ട് വരികയാണേ. ഞാൻ അവിടെ നിന്ന് മാറിക്കൊടുത്തതാണ്. അപ്പം നമുക്ക് കുമ്പളം കാണാം. അപ്പോൾ കണ്ടോ, ഇതാണ് കുമ്പളത്തിന് നമ്മൾ കെട്ടിക്കൊടുത്തിട്ടുള്ള പന്തൽ. 2-4 കുമ്പളം മുകളിൽ തന്നെ ഉണ്ട്. ഇനി ഏറ്റവും വലിയ ഇതിലുണ്ടായ ഏറ്റവും വലിയതും മൂത്തതായിട്ടുള്ള പറിക്കാനായിട്ടുള്ള കുമ്പളം ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇതിൻ്റെ വലുപ്പം കണ്ടോ. നമ്മുടെ തങ്കുവിൻ്റെ കൊച്ച ചിലപ്പോൾ ഇതിൽ കേൾക്കുമായിരിക്കും കേട്ടോ. തങ്കു അവിടെ ഉണ്ട്. ഞങ്ങൾ മുറ്റത്ത് ഇറങ്ങിക്കൊണ്ട് തങ്കുവിനെ ഇറങ്ങണം പറഞ്ഞ് നിൽക്കുകയാണ്. ഇതുണ്ട്, ഈ കുമ്പളത്തിൻ്റെ വലുപ്പം കണ്ടോ, നല്ല വലുപ്പമുണ്ട്. താഴെ മുട്ടാനായി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇന്ന് ചിലപ്പോൾ ഞാൻ പറിക്കും. പിന്നെ അത് ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്കിനും ഇതേ അടുത്ത ഈ കുമ്പളങ്ങൾ ഓരോന്നോരോന്നായിട്ട് മൂക്കാൻ തുടങ്ങും. അപ്പോൾ അത് പറിക്കാം. ഇപ്പോൾ ഞാൻ വന്നിട്ട് ഒന്നും പുറത്തുനിന്ന് സാധനങ്ങൾ പച്ചക്കറികളൊന്നും മേടിച്ചിട്ടില്ല കേട്ടോ. ഇനി പർച്ചേസിങ്ങിനൊക്കെ പോകണം. പക്ഷേ പർച്ചേസിങ്ങിന് പോയാലും നമുക്ക് പച്ചക്കറികൾ അധികമൊന്നും ആവശ്യമില്ല. ഇതിൻ്റെ വലുപ്പം കണ്ടോ. ഈ വള്ളി ഇതിനെ എങ്ങനെ താങ്ങുന്നു എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. വെയിറ്റ് നോക്കണ ഒരു മെഷീൻ ഉണ്ടായിരുന്നു, നമുക്ക് നോക്കിയെന്ന് എത്ര വെയിറ്റ് ഉണ്ട് ഈ ഒരു കുമ്പളന്ന്. എന്തായാലും ഈ വള്ളി ഇതിനെ നന്നായി താങ്ങി നിർത്തുന്നുണ്ട്. കുമ്പളത്തിൻ്റെ വള്ളി കുഴപ്പമില്ലാത്ത രീതിയിൽ പടർന്നുണ്ടായിട്ടുണ്ട്. അങ്ങനെ ഇതാണ് നമ്മുടെ ആദ്യത്തെ ഒരു വിശേഷം. പച്ചക്കറിത്തോട്ടത്തിലെ ആദ്യത്തെ വിശേഷം കുമ്പളം തന്നെയാണ്. ഇനി കുമ്പളത്തിൻ്റെ അടിയിലുള്ള ഈ കാട് പിടിച്ച് നിൽക്കണ പോലത്തെ സാധനം എന്താണെന്നറിയോ? കൂർക്ക അതേ നന്നായി ഉണ്ടായിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ഈ അറ്റം മുറിച്ച് നടാൻ പാകത്തിനായിട്ട് നിൽക്കണേ. നല്ല തെളിവ്. ഇതൊക്കെ മുറിച്ച് വേറെ മാറ്റി നടുകയാണെങ്കിൽ നമുക്ക് കൂർക്ക ഉണ്ടാകും. ഇതിനുള്ളിൽ കുറച്ച് മണ്ണിട്ട് കൊടുക്കണം. ഒന്ന് മാന്തി നോക്കണം ഇതിൻ്റെ അടിയിൽ കൂർക്ക ഉണ്ടോ ഇല്ലയോ എന്ന്. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ എന്നെ പറ്റിക്കുമോയെന്ന് അറിയില്ലല്ലോ. അപ്പോൾ അതൊന്ന് നോക്കണം. പിന്നെ കൂർക്ക മാത്രമല്ല ഇതിൻ്റെ ഉള്ളിൽ നിൽക്കണത്. ഈ ഒരു ഇല എന്താണെന്നറിയോ? ഗ്രൗണ്ട് നട്ട്, നമ്മുടെ നിലക്കടലയാണ്. നിലക്കടല നല്ല രീതിക്ക് ഉണ്ടായിട്ടുണ്ട്. കണ്ടില്ലേ, ഇതിൻ്റെ ഇടയിൽ നിലക്കടലേൻ്റെയും ചെടിയുണ്ട്. പക്ഷേ തൊട്ടപ്പുറത്തെ ബെഡിലാട്ടോ കൂടുതലും നമ്മൾ നിലക്കടല നട്ട് പോയിട്ടുണ്ടായിരുന്നത്. അത് ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇത് മൊത്തം നിലക്കടലയാണ്. ഇവിടെയുണ്ട്, വേറൊരു ബെഡിലുണ്ട് കേട്ടോ ഫുള്ള്. നിലക്കടല നമ്മൾ ഹാർവെസ്റ്റ് ചെയ്യാനായിട്ടില്ല. നിലക്കടലയിൽ പൂവ് വരും. പൂവ് വന്നിട്ട് നിലക്കടലേൻ്റെ ഇല മഞ്ഞളിക്കും. അപ്പോഴാണ് നമ്മളിത് പറിക്കേണ്ടത്. പടിയിൽ ഒരുപാടുണ്ടാകും. ഇവിടെ ഒരു പൂവൊക്കെ വന്നത്, ഇവിടെ ഒരു പൂവാണ് ഇതാ കേട്ടോ. ഇങ്ങനത്തെ ഒരു മഞ്ഞപ്പൂവാണ് നിലക്കടലേക്ക് വരിക. ഇങ്ങനെ മഞ്ഞ കളറിൽ പൂ വരും. നന്നായിട്ട് നിലക്കടലയും ഉണ്ടായിട്ടുണ്ട്, കൂർക്കയും ഉണ്ടായിട്ടുണ്ട്. ദേ നമ്മുടെ പപ്പായ, 4 പപ്പായ തൈ ഉണ്ടായിരുന്നു. അതിൽ ഒരെണ്ണം പോയി തോന്നുന്നു, പക്ഷെ 3 എണ്ണം ബാക്കി പിടിച്ചിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം വലുതാവുന്നുണ്ട്. ഇത് വലുതായി
ഏകദേശം ഈ പന്തലിൻ്റെ അവിടെ എത്തുമ്പോൾ നമുക്കിത് ഇവിടെ നിന്ന് പന്തൽ കുറച്ചൊന്ന് മാറ്റി കൊടുക്കണം, അതിന് വലുതാവാനുള്ളൊരു സ്പേസ് കൊടുക്കണം. ഇതേതെന്നറിയോ, ഒരു മത്തങ്ങേൻ്റെ ഷേപ്പിലുള്ളൊരു പപ്പായ നമ്മുടെ വീട്ടിലുണ്ടായിട്ടുണ്ടായിരുന്നേ, നല്ല മധുരമാണ്. അതിൻ്റെ ചെറിയൊരു വീഡിയോ എൻ്റെ കയ്യിലുണ്ടോ നോക്കട്ടെ, ഫോട്ടോ വീഡിയോ ഉണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ സൈഡിൽ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ആ ഒരു പപ്പായേൻ്റെ വിത്ത് ഇവിടെ വന്നതിന് ശേഷം നട്ട് വളർത്തിയതാണ്. അതേപോലെ തന്നെ അതേ ഒരാൾ ഇവിടെ നിൽക്കുന്നുണ്ട്. ആ ഒരു സ്ഥലത്തൂടെ ഞാൻ നട്ടായിരുന്നു, പക്ഷെ അത് പോയിട്ടോ, അത് ചീഞ്ഞു പോയി. ബാക്കി 2 ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഒന്ന് അപ്പുറത്തെ സൈഡിൽ നട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പപ്പായ, നിലക്കടല, കൂർക്ക, കുമ്പളം, ഈ 3 ഇവിടെ തന്നെ ഉണ്ട്. അതുകൂടാതെ ഉണ്ടമുളകൊക്കെ ധാരാളമാണ്. ഇനി മുളകിന് ഇവിടെ ഒരു ക്ഷാമമില്ല കേട്ടോ. നമുക്കെന്നാൽ കുറച്ച് മുളകിൻ്റെ വെറൈറ്റീസ് കാണാമല്ലേ. ഉണ്ടമുളകൊക്കെ ഉണ്ടയാണോ നീണ്ടിട്ടാണോ, അത് ഷേപ്പൊക്കെ മാറില്ല. അപ്പോൾ തങ്ക് ഭയങ്കരമായിട്ട് കുറയ്ക്കുന്നുണ്ട്. അവനെ അഴിച്ചു വിടണം. മഴയൊക്കെ ആയതുകൊണ്ട് ചെളി പെട്ടെന്നാവും വിചാരിച്ചിട്ട് അങ്ങനെ അഴിക്കില്ല. പിന്നെ മുറ്റത്ത് തന്നെ നമ്മളൊരു വള്ളി കെട്ടി കൊടുത്തിട്ടുണ്ട് ഓൻ ഓടി കളിക്കാൻ വേണ്ടിയിട്ട്. അവിടെ പുറത്തായിരുന്നു, പിന്നെ പുള്ളി കയറ്റിയത്. അപ്പോഴാണ് വീണ്ടും ഒച്ച ഉണ്ടാക്കുന്നത് തങ്കു. ഇനി മുളകിൻ്റെ കുറച്ച് വെറൈറ്റീസ് കാണാം കേട്ടോ. ഇതിപ്പോൾ 1ാമത്തെ ഉണ്ടമുളക്. ഈ ഒരു മുളക് നമ്മുടെ കൃഷിത്തോട്ടത്തിൽ ആദ്യമായിട്ടാണ് കേട്ടോ. ഇതാണ് സിറാ മുളക്. ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് മേടിച്ചതാണ്, അതായത് യൂട്യൂബ് ചാനൽ കണ്ടിട്ട് ഓർഡർ ചെയ്തതായിരുന്നു കേട്ടോ. പക്ഷെ നല്ല മുളകാണ്, നല്ല എരിവുണ്ട് കേട്ടോ. സിറാ മുളക് നല്ല എരിവുള്ള മുളകായിരിക്കണം, എനിക്ക് കൂടുതൽ അറിയില്ല. പക്ഷെ ഇതാണ് സിറ. നല്ല വലുപ്പവും നല്ല എരിവുള്ള മുളകാണ് കേട്ടോ. കണ്ടൊരു പ്ലാസ്റ്റിക് മുളക് പോലെയൊക്കെ തോന്നും. വലുപ്പമുണ്ടോ? സിറാ മുളക്. ഇതിൻ്റെ ഒരു 2 മൂട് 3 മൂട് മതിട്ടോ നമുക്കൊരു ഫാമിലിക്ക്. മുളകിന് ഒരുപാട് മുളക് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു 2 മുളക് ഞാനിവിടെ വിത്തിന് നിർത്തിയേക്കാണ്. കാണുന്നുണ്ട്, വെയിലായതുകൊണ്ട് എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല. ഇതൊക്കെ ഒന്ന് റെഡിഷായി വരുന്നുണ്ട്. ഇപ്പോൾ സിറാ മുളകിൻ്റെ ഇതും സിറാ മുളകാണ്. ഇത് 2ാമത്തെ സിറ, അതായത് 2ാമത്തെ മൂട്. 4 മൂടുണ്ട് കേട്ടോ സിറ, 4-5 മൂടുണ്ട്. ഉണ്ടോ, നല്ല വെയിറ്റും ഉണ്ട് കേട്ടോ. അപ്പോൾ കൃഷിയൊക്കെ ചെയ്യുന്ന ആൾക്കാർ, മുളകൊക്കെ വിൽക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ സിറാ മുളക് കൃഷി ചെയ്യണമെങ്കിൽ നല്ലതാണ്. കാരണം നല്ല വെയിറ്റ് കിട്ടുന്നുണ്ട് ഓരോ മുളകിനും. ഇതൊരു ഉണ്ടോ, നല്ല വെയിറ്റും ഉണ്ട്, നല്ല എരിവും ഉണ്ട്. നല്ല പക്ക പെർഫെക്റ്റ് മുളക് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇത് ഞാൻ വന്നപ്പോൾ തോരനിലൊക്കെ ഇട്ടേന്നു. ഞാൻ ആകെ ഒരു മുളകാണ് കേട്ടോ തോരനിലാണെങ്കിൽ കറിയിലൊക്കെ ഇടുന്നത്. കാരണം ഭയങ്കര എരിവുണ്ട്, അത്യാവശ്യം വലുപ്പമുണ്ട്. ഇതൊക്കെ ഞാൻ വിത്തിന് നിർത്തിയതാട്ടോ. വിത്താവട്ടെ. അങ്ങനെ മുളക്. പിന്നെ നമ്മുടെ പഴയ മുളകുകൾ, കുറേ മുന്നേ നിങ്ങൾ കണ്ടിട്ടുള്ള മുളകുകളുണ്ടല്ലോ, അതൊക്കെ കാണിച്ചു തരാം. ഇതായത് കാന്താരി ഉണ്ട്. കാന്താരി, നമ്മുടെ സാധാ മുളകുകൾ. ഉണ്ടമുളക് ഇപ്രാവശ്യം നല്ലോണം ഉണ്ടായിട്ടുണ്ടേ. ഇതൊക്കെ ഫുള്ളും ഉണ്ട് മുളകാണ്. ഇതിന് വേറെ വല്ല പേരുണ്ടോയെന്ന് അറിയില്ല. കണ്ടില്ലേ, നല്ല ആപ്പിൾ ഷേപ്പിലായിട്ടിരിക്കുന്നത്. തക്കാളി ഷേപ്പിൽ തക്കാളി മുളക് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പിന്നെ ഇവിടെ നമുക്കൊരു തരം മുളക് ഉണ്ടായിട്ടുണ്ട്. ഇതും അത്യാവശ്യം നല്ല വലുപ്പമുള്ള മുളകാണ്, എരിവുണ്ട് കേട്ടോ. നമ്മൾ പറിക്കാത്തതുകൊണ്ട് മുളകൊക്കെ അത് ചുമന്നു. ഇതിൻ്റെ വലുപ്പം കണ്ടോ എത്രത്തോളം ഉണ്ടെന്ന്. നല്ല വലുപ്പമുണ്ട്, എരിവുള്ള മുളകാണ്. ഇത് സിറയല്ല, ഇത് വേറൊരു തരം മുളകാണ്. ഇതങ്ങനെ മുളക് അത്യാവശ്യത്തിൽ അധികം കേട്ടോ. മുളകൊക്കെ ആർക്കെങ്കിലും കൊടുക്കണം, കാരണം ഒരുപാട് മുളകുണ്ട്, അതൊക്കെ ചുമന്ന് പോവുക. എന്തിനാ കുറേ ഇങ്ങനെ ചുമന്ന് കളയണല്ലേ. പിന്നെ കുറേ ചുമന്ന മുളക് നമ്മൾ പറിച്ച് വെച്ചിട്ടുണ്ട്. അത് ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വെയിൽ കിട്ടുന്ന സമയത്ത് പുറത്തിട്ട് ഉണക്കുന്നുണ്ട്. ഇപ്പം ഞാൻ നിങ്ങൾക്ക് തങ്കുവിനെയും കൂടെ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഒരു ബൊമ്മക്കുട്ടീനെ പോലെ ആയിട്ടുണ്ട് കേട്ടോ. ഭയങ്കര കുരയാണ്. ഇതിൻ്റെ കണ്ണ് കാണാത്ത രീതിയിൽ മുടി വളർന്നിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ഇപ്രാവശ്യം നമ്മൾ വന്നതല്ലേ ഉള്ളൂ, വന്നിട്ട് ഇവനെ കൊണ്ടുപോയിട്ട് മുടിയും വെട്ടിക്കണം. അതുപോലെ ചെറിയൊരു ഇഞ്ചക്ഷൻ എടുക്കാനുണ്ട് കേട്ടോ. അതും കൂടിയും കഴിഞ്ഞാൽ ഇഞ്ചക്ഷനും കഴിയും. അപ്പം അതും കൂടിയും ചെയ്യണം. ബാക്കി അതായത് നമ്മൾ പോണതിൻ്റെ മുന്നേ നന്നായിട്ട് വെട്ടി, ഒരേ ലെവലിൽ വെട്ടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടാണ് വെട്ടിയത് കേട്ടോ. മുടിയൊക്കെ ഗ്രൂം ചെയ്ത് കൊണ്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് വളർന്ന മുടിയൊക്കെ ഒരേ ഷേപ്പിനാട്ടോ വളർന്നിട്ടുള്ളത്. ഈ കണ്ണിൻ്റെ അവിടെ മുടി വളർന്നുകൊണ്ടാണ് കണ്ണ് കാണാത്തത്. അവന് കണ്ണ് ഉണ്ടാവും, പക്ഷെ നമ്മൾ നോക്കുമ്പോൾ അവന് കണ്ണ് കാണാത്ത പോലെ തോന്നാം കേട്ടോ. അപ്പോൾ എന്തായാലും
തങ്കുവിനെ കൊണ്ടുപോയി ഗ്രൂം ചെയ്യിപ്പിക്കണം. ഇത് പോണതിന് മുമ്പ് നമ്മൾ തങ്കുവിനൊരു മുറ്റം ഉണ്ടാക്കി കൊടുത്ത്, ചെടിമുറ്റം. അതിലിത് പൂക്കളൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട് ഉണ്ടോ. ഞാനിന്ന് വീഡിയോ എടുക്കുകയാണെന്ന് അറിഞ്ഞതുകൊണ്ടാണോ എന്നറിയില്ല, ഭയങ്കരമായിട്ട് വെയിൽ കേട്ടോ, ഭയങ്കര വെയിൽ. ഇത്രയും വെയിൽ ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ, കാരണം എടുക്കാൻ തുടങ്ങിയപ്പോൾ വലിയ വെയിലുണ്ടായിരുന്നില്ല. എന്തായാലും നമുക്ക് ബാക്കിയോടെ കാണാം അല്ലേ. ഇവിടെ ഞാൻ പോണ സമയത്ത് ഒരുപാട് വഴുതന ഉണ്ടായിരുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല നമ്മളെ കഴിഞ്ഞ വീഡിയോയിൽ, അതായത് പഴയ വീഡിയോയിൽ ഒരുപാട് വഴുതന. ആ വഴുതനയൊക്കെ ചീഞ്ഞ് പോയി. ഇനി വഴുതന ഇവിടെ ഇല്ല കേട്ടോ. വേറെ ഞാൻ മാറ്റി നട്ടതുകൊണ്ട് അവിടെ 2 വഴുതന തൈ ഉണ്ട്. ഇവിടെ ഉണ്ടായിരുന്ന വഴുതന തൈ മൊത്തം പോയി. മഴ പെയ്ത് അടഞ്ഞു മൂടി മഴയൊക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കാം, നല്ല വെള്ളമൊക്കെ വന്നതെന്ന് പറഞ്ഞിരുന്നു. അപ്പം അങ്ങനെ വഴുതനയൊക്കെ പോയി. ഈ അമരപ്പയർ ഇനി 1-2 ചെടിയുള്ളൂ, ബാക്കിയെല്ലാം പോയിട്ടോ. ഉണ്ടോ വഴുതനേൻ്റെ അവശേഷിക്കുന്ന ഒരൊറ്റ വഴുതന തൈ ഉണ്ട് ഇവിടെ. പിന്നെ ഇവിടെ ചീര ഉണ്ടായിരുന്നു, ആ ചീരയും തക്കാളിയൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം പോയി കേട്ടോ, മഴ പെയ്തിട്ട് ചീഞ്ഞ് പോയി. പക്ഷെ ചീരേൻ്റെ വിത്തുകളൊക്കെ നിലത്ത് വീണിട്ട് തൈകളൊക്കെ ഒരുപാട് ഉണ്ടാകുന്നുണ്ട് കേട്ടോ. ഇനി ഇതൊക്കെ മാറ്റി നടണം. ഉണ്ട് ചീരത്തൈ ഒരുപാട് ഇവിടെ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ തക്കാളി വളരെ വലിയൊരു മിസ്സിങ് ആണ് കേട്ടോ. അപ്പോൾ ഇവിടെയാണ് ഞാൻ തക്കാളി നട്ടേന്നത്. ആ തക്കാളിയൊക്കെ പോയി. തക്കാളിയായിരുന്നു ഞാൻ പ്രതീക്ഷിച്ച് വന്നേക്കുന്നത്. കാരണം ഇവിടെ ഞങ്ങൾ നമുക്ക് എന്തെങ്കിലും കറി വെക്കണമല്ലോ വന്നിട്ട്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ തക്കാളി തൈയൊക്കെ പോയി നോക്കി. തക്കാളി തൈ ഒന്നും കാണാനില്ല. 1 തൈ 2 തൈയായിട്ട് അപ്പുറത്തുണ്ട്, പക്ഷെ അതിലൊന്നും തക്കാളിയില്ല. അപ്പോൾ പുറത്ത് പോയിട്ട് തക്കാളി വാങ്ങാൻ നോക്കിയപ്പം ഒരു ഏകദേശം നമ്മുടെ ഒരു മീഡിയം സൈസ് എന്ന് പറയില്ല, വലിയ സൈസ് തക്കാളി, ഒരു മീഡിയം സൈസ് തക്കാളിക്ക് 1000 കോച്ചാണ്. ഭയങ്കരമായിട്ട് വില കൂടി. പിന്നെ ഇപ്പോൾ വേറൊരു കാര്യം എന്താ വെച്ചാൽ മലാവിയിൽ ഭയങ്കരമായിട്ട് സാധനങ്ങൾക്കൊക്കെ വില കൂടിയിട്ട്, പച്ചക്കറി ആണെങ്കിലും അല്ലാത്ത നമ്മുടെ അരി സാധനങ്ങളെല്ലാത്തിനും ഡബിൾ പ്രൈസാണ്. ഞാൻ പോണേൻ്റെ 1 മാസം മുന്നേ 1 കിലോ ഉഴുന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു. 1 കിലോ ഉഴുന്നിന് 8500 മലാവി കോച്ചിയായിരുന്നു കേട്ടോ. ഇപ്പം ഞങ്ങൾ വന്നപ്പോൾ നമ്മുടെ ഇവിടെ നിന്നൊരു ചേട്ടൻ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടനെ കൊണ്ട് നമ്മൾ ഒരു 2 കിലോ ഉഴുന്ന് മേടിച്ചിരുന്നു. അതിൽ 1 കിലോ ഉഴുന്നിന് എത്രയെന്നറിയാം, 16000 മലാവി കോച്ച. അത് ഡബിളായേക്കുക പൈസയൊക്കെ. അത്രയും വില കയറ്റാണ്. ഇവിടെ ഫോറക്സ് കിട്ടാനില്ല അങ്ങനെയൊക്കെ പറയപ്പെടുന്നു. അതുകൊണ്ട് സാധനങ്ങൾക്കൊക്കെ ഭയങ്കര വിലയാണ് കേട്ടോ. നമ്മളാണെങ്കിൽ പർച്ചേസിങ്ങിന് വന്നിട്ട് പോയിട്ടില്ല. അപ്പോൾ അരുണേട്ടൻ ഇനിയിപ്പോൾ ലീവ് കിട്ടുന്ന ഈ ഞായറാഴ്ചയാണ്. അപ്പോൾ ഞായറാഴ്ച പർച്ചേസിങ്ങിന് പോകാമെന്ന് വിചാരിക്കുന്നുണ്ട്. എത്രയാവും എങ്ങനെയാവും എന്നൊന്നും അറിയില്ല. എന്തായാലും നമ്മുടെ കണ്ണ് തള്ളുന്ന രീതിയിലുള്ള ഭയങ്കര വലിയ പ്രൈസ് തന്നെയായിരിക്കും കേട്ടോ ഓരോ സാധനത്തിനും. ഞാൻ വന്ന സമയത്തുണ്ടായിരുന്ന പ്രൈസെല്ലാം ഇപ്പോൾ ഒരു 3 വർഷം കഴിഞ്ഞപ്പോൾ അത്രയധികം ചേഞ്ചസ് ആണ്. എന്തിനും 3 വർഷം പറയണേ. 2 മാസം കൊണ്ട് 8500 കോച്ചുണ്ടായിരുന്ന ഉഴുന്നിന് ഇപ്പോൾ 16000 മലാവി കോച്ചയാണ്. അങ്ങനെ പെട്ടെന്നാണ് സാധനങ്ങൾക്കൊക്കെ വില കൂടുന്നത്. ഓവലൊക്കെ ഈ നമ്മുടെ ഫെൻസിങ് കൂടെ വീണ്ടും പടർന്നു കയറിയിട്ടത്. ഒരു സമയത്ത് ഞാൻ ഇതെല്ലാം പറിച്ചെടുക്കുക മീൻസ് കയ്യിൽ ഗ്ലൗസൊക്കെ ഇട്ടിട്ട് മുള്ളൊക്കെ ഇതിൻ്റെ ഈ കൂർത്ത സാധനമൊക്കെ കൈ കൊണ്ട് മുറിയായിട്ടും ഞാനതെല്ലാം എടുത്ത് ഇത് കാറ്റടിക്കുമ്പോൾ ഇങ്ങനെ ഈ സംഭവത്തിൽ തട്ടിയിട്ട് മുറിഞ്ഞു പോകും. അപ്പോൾ കോവലിൻ്റെ വള്ളി അധികം പടരൂല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതെല്ലാം ഇങ്ങനെ എടുത്ത് ഇങ്ങോട്ടേക്ക് ആക്കിയിരുന്നു. എന്നിട്ട് ആ ഒരു കമ്പ് കൂടെ കയറ്റി വിട്ടിരുന്നു. പക്ഷേ ഇപ്പോൾ ഇതേ വന്നപ്പോൾ വീണ്ടും എല്ലാ കോവലും ഈ ഫെൻസിങ് കൂടെ വീണ്ടും പടർന്നു കയറിയിട്ടോ. 1-2 കോവയ്ക്കൊക്കെ ഉണ്ടാവുന്നുണ്ട് കണ്ടോ. എല്ലാത്തിനും ചോടൊക്കെ ഇളക്കിയിട്ട് നന്നായിട്ട് നമുക്കൊന്ന് ശുശ്രൂഷിക്കണം. അപ്പോൾ അത് കുറച്ചും കൂടി നന്നായിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു. എല്ലാം ഉണ്ടായിട്ടുണ്ട്, പക്ഷേ ഇത് പോരാ. കുറച്ചും കൂടി നന്നായിട്ട് വിളവ് ഉണ്ടാവണം, എന്നെങ്കിൽ നമുക്ക് തോരൻ വെക്കാനൊക്കെ കോവയ്ക്കൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ ഒരു ഭാഗത്തുള്ള കോവൽ, അതേപോലെ കൂർക്ക ഞാൻ കാണിച്ചില്ലല്ലോ. കൂർക്ക ഞാൻ നേരത്തെ കാണിച്ചില്ലേ, അതേപോലെ ഇവിടെ ഫുള്ള് ഇതുണ്ടോ, ഇതൊക്കെ കൂർക്കയാണ്. പക്ഷെ ഇതിൻ്റെ അടിയിലൊന്നും ഇല്ല തോന്നുന്നില്ല. ഞാൻ വെറുതെ ഒരെണ്ണം മാന്തി നോക്കിയിരുന്നു കേട്ടോ, ഇതിൻ്റെ അടിയിലൊന്നുമില്ല. മിക്കവാറും എല്ലാത്തിൻ്റെ ഇടയിലൊന്നും ഉണ്ടാകാൻ ചാൻസ് ഇല്ല. കഴിഞ്ഞ പ്രാവശ്യത്തോടെ എനിക്ക് കൂർക്കനോട് വലിയ താല്പര്യമില്ല അതേട്ടോ. കാരണം അത്രയും നമ്മൾ ആറ്റോമിച്ച് ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ അടിയിൽ വലുതായിട്ട് കൂർക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ കൂർക്കുണ്ട്. പിന്നെ ഇവിടെ ഈ വളർന്ന് നിൽക്കുന്നത് മധുരക്കിഴങ്ങാണ് കേട്ടോ, സ്വീറ്റ് പൊട്ടറ്റോ. ഇതെന്തായാലും ഒന്ന് മാന്തി നോക്കണം. ഇതിൻ്റെ അടിയിൽ ചെറിയ കിഴങ്ങെങ്കിലും ഉണ്ടോ നോക്കണം. കുറേ ആയി ഇത് നട്ടിട്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് നമുക്ക് കുറച്ച് കൂർക്ക, സ്വീറ്റ് പൊട്ടറ്റോ, കോവൽ, പിന്നെ ഇവിടെ കുറച്ച് ചീരത്തൈ ഉണ്ടാവുന്നുണ്ട്. പിന്നെ ഇവിടെ ഉണ്ടായിരുന്ന വഴുതനയും തക്കാളിയൊക്കെ പോയി. പിന്നെ ഇവിടുത്തെ കുമ്പളം ഞാൻ കാണിച്ചല്ലോ നേരത്തെ. പിന്നെ താഴെ അതേ കൂർക്ക വീണ്ടും കുറേ ഉണ്ടായിട്ടുണ്ട്. ഗ്രൗണ്ട് നട്ട് ഉണ്ട്, മുളകുണ്ട്, അതേപോലെ സ്വീറ്റ് കോൺ ഞാനിവിടെ നട്ട് പോയതായിരുന്നു. കുറേയൊക്കെ കാറ്റിന് ഒടിഞ്ഞു പോയി. കുറേ ഉണ്ടായിരുന്നു, ഇവരൊക്കെ പറിച്ചു. പിന്നെ ഇതിലൊരു 2 ഉണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ പറിച്ച് ഇന്നലെ വൈകുന്നേരം പുഴുങ്ങി കഴിച്ചു. കാരണം ചെറുതായിരുന്നു, കുറേ വെക്കാൻ മാത്രം ഉണ്ടായിരുന്നില്ല. പിന്നെ മുളക്,
പിന്നെന്താ, ഇവിടെയും ഗ്രൗണ്ട് നട്ടാണ് കേട്ടോ, ഇത് ഫുള്ള് ഗ്രൗണ്ട് നട്ടാണ്. പിന്നെ ഈ ഒരു ഭാഗമൊക്കെ മുളകും ഗ്രൗണ്ട് നട്ടും കൂടിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ല നമ്മുടെ അടുത്ത് കുറേ ചുവന്ന മുളക് ഉണ്ടെന്ന്. തമാല ഇതൊക്കെ ഉണങ്ങാനിടാണ്. ഉണങ്ങിയാൽ നമുക്ക് കടുകൊക്കെ വറുക്കുമ്പോൾ അതിലേക്ക് ഉണക്കമുളക് ഇടുമല്ലോ, അതുപോലെ എടുക്കാം. അതേപോലെ നല്ലോണം ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ പൊടിച്ച് മുളകും പൊടിയോ ചില്ലി ഫ്ലേക്സൊക്കെ ആക്കാൻ പറ്റും. നല്ല വെയിൽ കണ്ടപ്പോൾ ഇതൊക്കെ നമ്മളൊന്ന് പുറത്തേക്ക് ഇടാണ് കേട്ടോ, മുളക് ഉണങ്ങാൻ വേണ്ടിയിട്ട്. ഉണ്ടമുളകും വലിയ മുളകും ചെറിയ മുളകും എല്ലാം ഉണ്ട്. ഈ ചാക്കിലുള്ള വഴുതനയൊക്കെ ഞാൻ പോയ സമയത്ത് നട്ടതാട്ടോ. കുഞ്ഞു തൈയായിരുന്നു, പക്ഷെ അതെല്ലാം വലുതായി. അതിലൊക്കെ വഴുതന ഉണ്ടായിട്ടുണ്ട്. ആദ്യം ഉണ്ടായിരുന്ന വഴുതനയൊക്കെ പോയി, ഞാൻ നേരത്തെ കാണിച്ചില്ല, എല്ലാം മഴയത്ത് ചീഞ്ഞു പോയി. പിന്നെ ഈ കൊലയായിട്ട് കൊല നിൽക്കുന്ന പയറുണ്ടല്ലോ, ചെറുപയറാണ് കേട്ടോ. കാണിച്ചുതരാം, ഉള്ളിലുണ്ടാവും, കാണുന്നുണ്ടോ? കണ്ടോ, ചെറുപയറാണിത്. ഇത് ചെറുപയർ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് നട്ടതൊന്നല്ല. നമ്മൾ കറിക്ക് വേണ്ടി ചെറുപയർ എടുത്തപ്പോൾ വെള്ളത്തിലിട്ട ചെറുപയർ കേടുവന്നതൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ചെണ്ണം അങ്ങനെ വലിച്ചെറിഞ്ഞപ്പോൾ അവിടെ പൊട്ടിണ്ടായതാണ്. അത് ഈ ചാക്കിലൊക്കെ ചാടിയിരുന്നു. അങ്ങനെ അതിലുണ്ടായതാണ് കേട്ടോ, ചെറുപയറാണ്. നമുക്ക് ആവശ്യത്തിനുള്ള വഴുതന തൈ ഉണ്ട് കേട്ടോ, 1-2 അവിടത്തെയൊക്കെ ചീഞ്ഞ് പോയെന്നേ ഉള്ളൂ. പിന്നെ പോണ സമയത്ത് ഞാൻ ചെറിയൊരു ചേമ്പിൻ്റെ വിത്ത് നട്ടേന്നു. ആ ചേമ്പ് വളർന്ന് വലുതായി, ചേമ്പുണ്ട്. പിന്നെ മഞ്ഞൾ, അത് സൂപ്പർ മാർക്കറ്റല്ല, ലോക്കൽ വെജിറ്റബിൾ മാർക്കറ്റിൽ നിന്ന് ഞാൻ 2 മഞ്ഞളുടെ വിത്ത് മേടിച്ചതാണ് കേട്ടോ, സാധനം വാങ്ങാൻ പോയപ്പോൾ. പോണേൻ്റെ 2 ദിവസം മുന്നാണ് ഞാനിതിൽ മഞ്ഞൾ നട്ടത്. മഞ്ഞളൊക്കെ വലുതായി, ഇതുണ്ടോ. മഞ്ഞളും ചേമ്പും ചെറുപയർ വഴുതനയൊക്കെ ഈ ചാക്കുകളിലുണ്ട്. അതുപോലെ ഞങ്ങൾ പോണേൻ്റെ മുന്നേ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ കാണിക്കുന്നത് നമ്മൾ പോയി വന്നിട്ടുള്ള ഡിഫറൻസ് ആയതുകൊണ്ടാണ് കേട്ടോ പോണേൻ്റെ മുന്നേ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ മുന്നേ ഞാൻ മാർക്കറ്റിൽ നിന്നൊരു മഞ്ഞ കളർ ക്യാപ്സിക്കും ചുവന്ന കളർ ക്യാപ്സിക്കും മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ വിത്ത് ഞാൻ ഈ ചാക്കുകളിൽ നട്ടിട്ടാണ് പോയത്. അതിൻ്റെ തൈ തന്നെ ആയിരിക്കും, കാരണം ഒരുപാട് വിത്ത് ഒരുമിച്ച് കൂട്ടത്തിൽ കണ്ടോ, ഇത് അതിൻ്റെ തൈ തന്നെ ആയിരിക്കും. പക്ഷെ ഇതിൽ കായ ആകുന്നേ ഉള്ളൂ, അറിയില്ല. അത് ക്യാപ്സിക്കല്ല, ഇത് മുളകാ. ഇത് കണ്ടോ, നീണ്ടു വന്നു. ഇത് ക്യാപ്സിക്കല്ല, ഇതേ ക്യാപ്സിക്കാണ്. പക്ഷെ ഇത് മഞ്ഞയാണോ ചുമപ്പാണോ എന്നറിയില്ല. ഇനി പച്ച ക്യാപ്സിക്കാണോ എന്നും അറിയില്ല, കുറച്ചുകൂടി വലുതാവണം. ക്യാപ്സിക്കം എന്തായാലും ചെറുത് ഉണ്ടാവുന്നുണ്ട്. ഇത് മറ്റേ ചെറിയ തക്കാളിയാണ്, ഇത് നമുക്ക് ഉണ്ടായിട്ട് കാര്യമില്ല. വലിയ തക്കാളിയായിരുന്നു ഇപ്പോൾ ആവശ്യം. പിന്നെ ഇതിൻ്റെ ഇടയിലൊക്കെ കുറച്ച് മല്ലികത്തൈ ഉണ്ടായിരുന്നു, അതൊക്കെ പൂത്ത് അതിൻ്റെയൊക്കെ കാലാവധി കഴിഞ്ഞിട്ടുണ്ട്. ഇനി മല്ലികയൊക്കെ ഇതിൻ്റെ ഇടയിൽ നിന്ന് പറിച്ച് കളയണം, എന്നെങ്കിൽ ഒരു ഉഷാറുണ്ടാവുള്ളൂ ഇവിടെയൊക്കെ. കാരണം അതൊക്കെ പൂടലൊക്കെ കഴിഞ്ഞ് കറുത്ത് പോയിട്ടുണ്ട് പൂക്കളൊക്കെ. പിന്നെ ഇവിടെ ഉണ്ടായിരുന്ന പയറൊക്കെ ഉണങ്ങിപ്പോയി. ഇതൊക്കെയാണ് കേട്ടോ മാറ്റങ്ങൾ. പയറിൻ്റെ ഒക്കെ അവസ്ഥ കണ്ടില്ലേ, എല്ലാം ചീഞ്ഞു പോയി. പിന്നെ എല്ലാ പയറും പ്രാണികളും ഓരോരോ ജന്തുക്കളൊക്കെ വന്ന് കുത്തി നശിപ്പിച്ച് കണ്ടില്ലേ, പുഴുക്കളും ആകെ. പയറൊന്നും നമുക്കിതൊന്നും കിട്ടാനേ ഇല്ല കേട്ടോ. 1-2 പയറുകളൊക്കെ കിട്ടും, പക്ഷേ ഇലയും ചെടിയും ഈ പയറിൻ്റെ ചെടിയേ അങ്ങില്ലാണ്ടായി പോയി കേട്ടോ. പയറിൻ്റെ ഒക്കെ അവസ്ഥ കണ്ടില്ലേ, കണ്ടോ, നമ്മുടെ പയർ ചെടി എല്ലാം കേടായിപ്പോയി. പയറായിരുന്നു നമുക്ക് അത്യാവശ്യം വേണ്ടിയിരുന്നത് തോരൻ വെക്കാനൊക്കെ. കണ്ടില്ലേ, എല്ലാം പുഴുക്കളും പ്രാണികളൊക്കെ വന്ന് കണ്ടോ. ഒരുപാട് പയറൊക്കെ ഉണ്ടാവുന്നുണ്ട്, പക്ഷെ ചെടിയൊക്കെ അങ്ങ് നശിച്ചു പോയി. ഇതെല്ലാം പന്തലും ഒക്കെ കാറ്റടിച്ചിട്ട് പിന്നെ കണ്ടില്ലേ, ഒന്നൊരു സുഖമല്ല. ഇനിയൊക്കെ റീപ്ലാന്റ് ചെയ്യണം, എല്ലാം ശരിയാക്കണം, മണ്ണൊക്കെ ശരിയാക്കണം. പിന്നെ വാളരിപ്പയർ എന്തായാലും മഴയത്ത് നശിച്ചു പോയിട്ടില്ല കേട്ടോ. അതിപ്പോഴാണോ ഒന്ന് ഉഷാറായിട്ട് വളർന്നു വരുന്നത്. മഴ പെയ്യുന്നതിന് മുന്നേ വലിയ ഉഷാറുണ്ടായിരുന്നില്ല. കണ്ടില്ലേ, പൂക്കളൊക്കെ ആയി. വാളരിപ്പയർ ഉഷാറായിട്ട് വരുന്നുണ്ട്. 2-3 വാളരിപ്പയർ ഉണ്ടായിരുന്നു, 2 ഞാനെടുത്ത് തോരൻ വെച്ചു. അപ്പോൾ ഇത് നമ്മുടെ
വാളരിപ്പയർന്ന് പറിച്ചതാണ്. ഞാൻ പോയി വന്നപ്പോഴത്തേക്ക് എന്തേ രണ്ടെണ്ണം മൂത്തതുണ്ട്, ഞാൻ പറിച്ചില്ല. ബാക്കി 3 ഉണ്ടായിരുന്നു. അപ്പം എന്നാൽ തോരൻ വെക്കണം വിചാരിച്ച് പറിച്ചതാണ് കേട്ടോ. അപ്പോൾ വീഡിയോ എടുക്കണ വരെ ഞാൻ നിന്നിട്ടുണ്ടെങ്കിൽ ഇത് ചിലപ്പോൾ മൂത്ത് പോകും. അപ്പോൾ നമ്മുടെ വാളരിപ്പയറിലുണ്ടായ പയറാണ്. ബാക്കിയുള്ള വാളരിപ്പയർ ഇതേ ഇവിടെ കിടക്കുന്നു. വാളരിപ്പയർ എന്തായാലും കേട് വന്ന് പോയില്ല കേട്ടോ. കുഞ്ഞു വാളരിപ്പയർ കണ്ടോ. വലുതാകുമ്പോഴത്തേക്കും നമുക്ക് തോരൻ വെക്കാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. എല്ലാത്തിലും ഓരോരോ ഉറുമ്പും ഒക്കെ ഇങ്ങനെ വരുന്നുണ്ട്. ഭയങ്കര കാറ്റാണ്. ഭയങ്കര മഴയും കാറ്റൊക്കെ ആയിട്ട് നമ്മളിവിടെ കെട്ടിക്കൊടുത്തിട്ടുണ്ടെങ്കിൽ ചാക്കൊക്കെ അല്ലേ, എല്ലാം പോയിടോ, എല്ലാം പോയി. ചാക്കൊക്കെ കീറി പറഞ്ഞും ഒക്കെ പോയി. ഇനിയിപ്പോൾ ആദ്യം മുതലേ നമ്മൾ ചാക്ക് കെട്ടിക്കൊടുക്കണം. ചാക്ക് അല്ലെങ്കിൽ ഒരു ഷീറ്റൊക്കെ വാങ്ങണം. ഷീറ്റിനൊക്കെ ഇനിയിപ്പോൾ എത്രയാണോ വില അറിയില്ല. ആകെ പോയി ഷീറ്റൊക്കെ. ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് വിഷമം തോന്നും കേട്ടോ. പിന്നെ ഒന്നും പറയാൻ പറ്റില്ല, ഭയങ്കര മഴയായിരുന്നില്ലേ. ഈ പുറം ഭാഗം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം പച്ചപ്പായെന്ന് കണ്ടില്ലേ. അപ്പം അത്രത്തോളം മഴ കിട്ടിയിട്ടുണ്ട്. പിന്നെ വേറൊരു സുന്ദരീനെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഈ സങ്കടങ്ങളുടെ ഇടയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇവിടെ. ഇതുണ്ടോ, നല്ല സ്വർണ്ണവർണ്ണ നിറമുള്ള നല്ല മഞ്ഞ കളറ് വെള്ളരി പറിക്കാനായിട്ടോ. വെള്ളരിയും കുമ്പളൊക്കെ പറിക്കണം നമുക്ക്. അയ്യോ പൊന്തുന്നില്ലല്ലോ, കുഴപ്പമില്ല, നല്ല വെള്ളരീൻ്റെ വള്ളി ഇതേ കൂടെയൊക്കെ പോകുന്നുണ്ട്. പൂക്കളും ഉണ്ട്, കുഞ്ഞു കുഞ്ഞു കായ്കൾ ഉണ്ടാവുന്നുണ്ട് തോന്നുന്നു. ഇതിൽ ഈ വള്ളിയൊന്നും ഞാൻ പറിച്ചു കളയില്ല കേട്ടോ. വെള്ളരി ഉണ്ടായിക്കോട്ടെ, നമ്മുടെ ആവശ്യത്തിന് എടുക്കാമല്ലോ. പിന്നെ ഇവിടെ ഉണ്ടായിരുന്ന ബജിമുളകൊക്കെ പോയി. അടിയിലുണ്ടായിരുന്ന ഉള്ളിയൊക്കെ ഇത് ശോഷിച്ച് നിൽക്കുന്നു. ഈ ഉള്ളീനെ ഇവിടുന്ന് മാറ്റി തരാം. ഇത് നമ്മുടെ സബോളയാണ് കേട്ടോ. ഇത് ഇവിടുന്ന് മാറ്റിയിടണം, എന്തെങ്കിലും നന്നായിട്ടുണ്ടാവുള്ളൂ. ഇതിപ്പോൾ അതിൻ്റെ അടിയിൽ നിന്നിട്ട് അങ്ങനെ വലുതായിട്ടൊന്നും ഉണ്ടാവുന്നില്ല. കണ്ടോ, ഉള്ളിത്തൈ ഉണ്ടോ. വെയിലായതുകൊണ്ട് കാണുന്നുണ്ടോ. മത്തൻ വള്ളിയൊക്കെ ഉണ്ട് ഇതിൻ്റെ ഇടയിൽ കൂടെ. ഇത് പുല്ലായിട്ട് നമുക്ക് തോന്നും, പക്ഷേ പുല്ലല്ല. ഇതെന്താണെന്നറിയാമോ, നമ്മുടെ ഇതുണ്ടല്ലോ, എന്താ അതിന് പറയുക, ചോളാണ്ടി ഉണ്ടാക്കുന്ന ആ ഒരു ബ്രൗൺ കളർ മണി പോലത്തെ സാധനമല്ലേ, അത് അതിൻ്റെതാണ്. അതുകൊണ്ടാണ് പറിച്ചളയാൻ ഇങ്ങനെ നിൽക്കുന്നത്. പിന്നെ ഇവിടെ ഉണ്ടായിട്ടുള്ള ഇത് കണ്ടോ, ചെറിയ ഉള്ളി പറിക്കാനായിട്ടോ. അതിൻ്റെ ഇലയൊക്കെ മഞ്ഞച്ച് ഉണങ്ങിയിട്ടുണ്ട്. ഞാൻ പോയ സമയത്ത് ഓരോരോ ചെറിയ ഉള്ളി ചാക്കിൽ നട്ട് പോയതാണ്. നന്നായിട്ടുണ്ടായിട്ടുണ്ട് കണ്ടോ. ചെറിയ ഉള്ളി ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. ഇത് കുറച്ച് നമുക്ക് കിച്ചണിലേക്ക് ഉപയോഗിക്കാൻ എടുക്കണം. ബാക്കി ഞാൻ വീണ്ടും നടും കേട്ടോ. ചെറിയ ഉള്ളിയൊക്കെ ഇവിടെ സീസൺ ടൈമിലേ കിട്ടുള്ളേ, അതുകൊണ്ട് ഞാൻ നട്ട് വെച്ചതാണ്. എന്തായാലും നട്ടത് ഉപകാരപ്രദമായി. സീസൺ കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ചെറിയ ഉള്ളി ഉണ്ടായി. 2-3 ചാക്കുണ്ട് കേട്ടോ. 1 2 3 ഈ ചാക്കിൽ കാണിച്ചു തരാം. ഉണ്ടോ, ഇതൊക്കെ ചെറിയ ഉള്ളിയാണ്. ചെറിയ ഉള്ളിക്ക് വിത്ത് ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല കേട്ടോ. പൂവുണ്ടായിട്ട് വിത്തുണ്ടാവണത് ചെറിയ ഉള്ളിക്ക് ചെറിയ ഉള്ളി തന്നെയാണ് കേട്ടോ നടുക. ഇതൊക്കെ ചെറിയ ഉള്ളിയാണ്. ചെറിയ ഉള്ളി ഉണ്ടായി. ഇതിവിടെ വേറെ തരം സ്വീറ്റ് പൊട്ടാറ്റോ ആണ് കേട്ടോ. നമ്മൾ നേരത്തെ കണ്ട സ്വീറ്റ് പൊട്ടാറ്റോൻ്റെ ഇല ഇങ്ങനെയല്ല, ഇതൊരു മഞ്ഞ കളർ സ്വീറ്റ് പൊട്ടാറ്റോ ആണ് കേട്ടോ. സ്വീറ്റ് പൊട്ടാറ്റോ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതിന് അടിയിലൊക്കെ എന്തെങ്കിലും കിഴങ്ങുണ്ടോ എന്ന് നമുക്കൊന്ന് മാന്തി നോക്കണം കുറച്ച് കഴിഞ്ഞിട്ട്, വെയിലൊക്കെ ആറട്ടെ. ഇനി അപ്പോൾ അവിടെ മുതൽ ആ ഒരു എൻഡ് മുതൽ ഇതേ ഇങ്ങനെ വന്ന് ഈ ഒരു എൻഡ് വരെ ഏകദേശം ആയിട്ടുണ്ട്. പിന്നെ ഇവിടെയും 2-3 പയറിൻ്റെ മൂടൊക്കെ ഉണ്ട്. കുഴപ്പമില്ലാത്ത പയറുണ്ട്, പക്ഷേ എല്ലാ പയറും കേടാണെന്നേ ഉള്ളൂ. പ്രാണികളൊക്കെ വന്ന് കുത്തിയിട്ട്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് വേറൊരു സംഭവമാണ്, കാണിച്ചു തരാം. ഇനിയാണ് നിങ്ങൾ കാണാൻ പോകുന്നത് വേറൊരു കാട്, കപ്പക്കാട് എന്ന് പറയും. നമ്മുടെ കപ്പയൊക്കെ വളർന്നത് ഇങ്ങനെ കാട് പരുവത്തിലായിട്ടുണ്ട്. അപ്പം കപ്പക്കാട് കാണുന്നതിന് മുന്നേ വേറൊരു കാര്യം പറഞ്ഞുതരാം. വേറെ സന്തോഷം ഉണ്ടായിട്ടുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് ദേ നമ്മുടെ വാഴ കൊലച്ചു. 2 വാഴക്കൊല ഉണ്ടായിട്ടുണ്ട്. പിന്നെ 3ാമത്തെ ഒരു വാഴ ഇന്ന് കൊലച്ചിട്ടുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നേന്ത്രവാഴയാണ്. ഈ നേന്ത്രവാഴേൻ്റെ ചുണ്ട് തോരൻ വെക്കാൻ പറ്റുമോ എനിക്കറിയില്ല, പറ്റും തോന്നണേ. പറ്റുകയാണെങ്കിൽ ഇതിൻ്റെ ചുണ്ട് എടുത്തിട്ട് തോരൻ വെക്കണം. കണ്ടോ, ഞാൻ നട്ട എൻ്റെ വാഴ. ഇങ്ങനെ പറയാൻ തന്നെ സന്തോഷം കേട്ടോ.
നമ്മൾ പഴയ ഗ്രാമത്തിൽ നിന്ന് പോന്നപ്പോൾ അവിടുന്ന് മേടിച്ചുകൊണ്ടുവന്ന വാഴക്കന്നാണ്. നേന്ത്രവാഴ എന്തായാലും കൊലച്ചു. ഇതിനായിട്ടും വലിയ കൊല അപ്പുറത്തുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഇപ്പം ഇന്ന് കൊലച്ചെന്ന് ഞാൻ പറഞ്ഞില്ലേ, അത് ഇതാണ്. കാറ്റുള്ളതുകൊണ്ട് ഇതിനൊക്കെ മുട്ട് കൊടുക്കേണ്ടി വരും എനിക്ക് അറിയില്ല. ആദ്യമായിട്ടാണ് വാഴക്കൃഷിയൊക്കെ ചെയ്യണേ. ഇത് ഇന്ന് കൊലച്ച വാഴയാണ്. അപ്പോൾ വലിയ വാഴക്കൊല കണ്ടേ, കാണിച്ചു തരാം. നാട്ടിൽ നിന്ന് പോരുന്നതിൻ്റെ 2 ആഴ്ച മുന്നേ തമാല എനിക്ക് ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ടായിരുന്നേ, നമ്മുടെ വാഴ കൊലച്ചു എന്നും പറഞ്ഞിട്ട്. അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. അപ്പോൾ തുടങ്ങിയതാണ് അയ്യോ ഇതൊന്ന് നേരിട്ട് വന്ന് കാണണം എന്നല്ലേ. കാരണം നമ്മൾ നടുന്ന ചെടികളിലൊക്കെ എന്തെങ്കിലുമൊക്കെ പച്ചക്കറികളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് കാണുന്ന ഭയങ്കര ആഗ്രഹമായിരിക്കും കേട്ടോ. അപ്പോൾ ആ വലിയ വാഴക്കൊല ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഓരോരോ പണിയൊക്കെ ആയിട്ട് ഇതാണ് നമ്മുടെ വലിയ വാഴക്കൊല. എന്താ ഇതിൻ്റെ ചുണ്ട് നമുക്ക് പറിക്കാനായിട്ടുണ്ട് കേട്ടോ. ഇല്ലേ അതിൻ്റെ വെയിറ്റും കൂടി ആയിട്ട് കണ്ടോ, കാറ്റുണ്ടോ, വാഴേൻ്റെ ഇല ഉണ്ടോ, എന്താ ഭംഗിന്ന്. നമ്മൾ പരിപാടിക്ക് തോരണം തൂക്കണ പോലെ അല്ലേ, ഒരൊറ്റ ഇല പോലും മര്യാദക്കുള്ളതില്ല, എല്ലാം കാറ്റടിച്ച് ചീന്തിപ്പോയതാണ്. പക്ഷെ വാഴക്കൊല അത് 1.5 കൊലയാണ്, നല്ല വലുപ്പമുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ മാറ്റിയിടാൻ നമുക്ക് കന്നുണ്ട്, വാഴക്കന്നുണ്ട്, അപ്പം മാറ്റിയൊക്കെ നടണം. ഈ ഭാഗത്തൊക്കെ മണ്ണൊക്കെ ചെറുതായിട്ട് ഇളകിക്കണം, കാണില്ല. അത് നെൽസം പുല്ല് പറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കുറച്ച് കാടായിരുന്നു കേട്ടോ നമ്മൾ വന്ന സമയത്ത്. മഴയായതുകൊണ്ട് അങ്ങനെ ആരും അധികം നോക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ കപ്പക്കാട്. വാഴയൊക്കെ ഇലകളൊക്കെ നല്ല അലങ്കാര ഇലകൾ പോലെ തൂങ്ങി നിൽക്കുന്നുണ്ട് ഓട്ടയോട്ടയായിട്ട്. പിന്നെ കപ്പയൊക്കെ നന്നായിട്ട് കാടായിട്ടുണ്ട് കേട്ടോ. ഉണ്ടോ, ഫുള്ളും കപ്പ മൊത്തം അങ്ങ് വളർന്ന് വലുതായിട്ട് പറിക്കാനായിട്ടുണ്ട് കപ്പ. എന്തായാലും നമുക്ക് കപ്പ പറിക്കണം. പിന്നെ ഇവിടെ നട്ടുപോയിട്ടുണ്ടായിരുന്ന സുന്ദരിച്ചീരയൊക്കെ അതെ മൂത്ത് അങ്ങേ അറ്റെത്തിക്കണ ഒരുപാട് വിത്തുകളുണ്ട്. പിന്നെ വെയിൽ വരുന്നതനുസരിച്ച് ഇതൊക്കെ പറിച്ച് ഉണക്കി വിത്തുകളൊക്കെ എടുക്കണം. കണ്ടില്ലേ, സുന്ദരിച്ചീരയൊക്കെ ഭയങ്കര ഹൈറ്റ് വെച്ചു. ഇലയൊക്കെയാണ് കുഞ്ഞു ഇല. ഇതൊക്കെ ഇനി റീപ്ലാന്റ് ചെയ്യാനായിട്ടുണ്ടല്ല. കപ്പ പറിക്കണം. കപ്പ പറിക്കുന്നതും ഒക്കെ വീഡിയോ ആക്കാനൊക്കെ നമുക്ക് ചെയ്യാം കേട്ടോ. ഇതിൻ്റെ ഉള്ളിലൊരു മുരിങ്ങയൊക്കെ ഞാൻ നട്ടിട്ടുണ്ടായിരുന്നു. മുരിങ്ങയും ചേമ്പും കാച്ചിലും ഒക്കെ പോയി നിങ്ങളെ കാണിച്ചു തരണം എന്നുണ്ടെങ്കിൽ പറ്റത്തില്ല, ഫുള്ള് കാടാ. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ ചെറിയൊരു പേടി എനിക്ക്. മുരിങ്ങേൻ്റെ ഇല ഉണ്ടെന്ന് പറയാൻ കാരണം, അത് ചീഞ്ഞ് പോയില്ല എന്ന് പറയാൻ കാരണം എന്താണെന്ന് അറിയാം, ഈ കപ്പേൻ്റെ മുകളിൽ കൂടെ വന്ന് അവിടെ ഉണ്ടായിട്ടുണ്ട്. കാണുന്നുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും? മുരിങ്ങേൻ്റെ ഇല അവിടെ ഉണ്ട് കേട്ടോ, കണ്ടിട്ടുണ്ടാവില്ല നിങ്ങൾ. ഇല്ലെങ്കിൽ നമുക്ക് പിന്നെ കാണിച്ചു തരാം കപ്പയൊക്കെ പറിക്കുമ്പോൾ. അതിൻ്റെ ഉള്ളിലുണ്ട്. പിന്നെ കാച്ചിൽ ഇതേ കപ്പയ്ക്ക് വള്ളി കയറിയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, കാച്ചിലാണ് ഈ കയറിയത്. ചേമ്പും പോയിട്ടില്ല എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ഒരില പുറത്തേക്ക് ഇങ്ങനെ കാണിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. ചേമ്പ് ഇതാ മറ്റേ മണമുള്ളൊരു പുല്ലില്ലേ, അതാണ്. കപ്പ ഇങ്ങനെ കപ്പക്കാടായി നിൽക്കുന്നുണ്ട്. വാഴക്ക എന്തായാലും നമ്മുടെ വാഴ കൊലച്ചത് അടിപൊളിയായിട്ടോ. പിന്നെ നമ്മൾ നട്ടിട്ടുണ്ടായിരുന്ന ചാക്കിൽ നട്ടിട്ടുണ്ടായിരുന്ന ബജിമുളകിൻ്റെ ഏരിയ ഇതാണ്. ഇതൊക്കെ മഴ പെയ്ത് നശാകുശിയായിപ്പോയി, എല്ലാം നശിച്ചു പോയി. ചാക്കൊക്കെ പൊട്ടിപ്പോയി. ഇതൊക്കെ ഇനി റീപോർട്ട് ചെയ്യണം. വേറെ ചാക്ക് കൊണ്ടുവന്ന് മണ്ണൊക്കെ ശരിയാക്കി കുറച്ച് ചാണകപ്പൊടിയൊക്കെ ചേർത്ത് ശരിയാക്കണം. പിന്നെ ഇഞ്ചി 2 മൂട് ഏതായാലും ഇവിടെ ഉണ്ടായി നിൽക്കേണ്ട അത്യാവശ്യത്തിനുള്ളത് കേട്ടോ. ഉണ്ട്, നമ്മൾ നട്ടുപോയ ഇഞ്ചിയാണ്. നമുക്ക് പറിക്കാനും പറ്റും കേട്ടോ. ഇഞ്ചി ഉണ്ടോ, ഒരാവശ്യം വന്നാൽ നമുക്ക് പറിച്ചെടുക്കുകയും ചെയ്യാം ഇഞ്ചിനെ. ഇഞ്ചി എന്തായാലും ഉണ്ട് 2 മൂട്. ഇത് പക്ഷെ ചെറുതാണ്. പുറം ഭാഗമൊക്കെ കണ്ടില്ലേ, മഴ പെയ്ത് വെള്ളം കിട്ടി ആകെ അങ്ങ് കാടായി ഫുള്ള്. ഈ കാണുന്ന പ്ലാസ്റ്റിക്കൊക്കെ നമ്മുടെ ചാക്ക് പാറിപ്പോയതാണ്. ഇനി ഇതെല്ലാം പെറുക്കി എല്ലാം ശരിയാക്കണം, ചുറ്റമൊക്കെ വെട്ടണം, കാടൊക്കെ കളയണം, അങ്ങനെ കുറേ പണികളുണ്ട്. ചാക്കുകളെല്ലാം മാറ്റി നടണം. അങ്ങനെ അപ്പം ഇത്രയാണ് നമ്മുടെ കൃഷിയുടെ വിശേഷങ്ങൾ.
അപ്പോൾ ഈ ഒരു 2.5 മാസം കൊണ്ട് നല്ല മഴയും കൂടെ വന്നപ്പോൾ നമ്മുടെ കൃഷിത്തോട്ടത്തിനുണ്ടായിട്ടുള്ള മാറ്റമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുള്ളത്. എല്ലാം നല്ല പച്ചപ്പായിട്ട് പച്ചയണിഞ്ഞ് നിൽക്കുന്നുണ്ട്. ഇത് തങ്കൂന് ഓടി കളിക്കാനുള്ള കമ്പിയാണ് കേട്ടോ. ഇതിലൂടെ അങ്ങനെ ഓടി കളിച്ചോളും. അപ്പോൾ മാറ്റങ്ങൾ ഒരുപാട് മാറ്റങ്ങളാണ്. പച്ചപ്പും ഹരിതാപവും എല്ലാം ഉണ്ട്. പക്ഷെ കുറേയൊക്കെ നമ്മുടെ തക്കാളിയൊക്കെ പോയി, കുറേ വഴുതന പോയി, അങ്ങനെയൊക്കെ കുറേ സങ്കടപരമായിട്ടുള്ള മാറ്റങ്ങളും ഉണ്ട്. പിന്നെ ഞാൻ നമ്മുടെ മിൻറ്റ് ലീഫ് കാണിച്ചില്ലല്ലോ, പുതിനയും കൂടി കാണിച്ചു തരാം. പുതിനയൊന്നും കുഴപ്പമില്ലാത്ത രീതിയിൽ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. നല്ല ഇലകളൊക്കെ വന്ന് അത്യാവശ്യം നല്ല നല്ല രീതിക്ക് തന്നെ പുതിന ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ വെയിലൊക്കെ കൊണ്ട് കുറച്ചൊന്ന് ക്ഷീണിച്ചു കേട്ടോ, ഭയങ്കര വെയിൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ, നമ്മുടെ കൃഷി വിശേഷങ്ങൾ. ഇനിയിപ്പോൾ ചെന്നിട്ട് നമ്മുടെ വെള്ളരിക്കയും കുമ്പളമൊക്കെ ഒന്ന് പറിക്കണം. ആവശ്യത്തിനനുസരിച്ച് പറിക്കാമെന്ന് വിചാരിച്ചു ഞാൻ എന്തായാലും. പിന്നെ കുമ്പളം വെള്ളരിക്കയാണെങ്കിൽ തൈര് വേണം എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണമെങ്കിൽ. അപ്പോൾ തൈര് വാങ്ങണം, എന്നിട്ട് അത് പറിക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ പച്ചക്കറി വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കാരണം നമ്മുടെ ഇതിൽ കാണുന്ന കൂടുതൽ ആൾക്കാർക്കും പച്ചക്കറിയും കൃഷിയൊക്കെ ഇഷ്ടമാണെന്ന് അറിയാം. അപ്പോൾ എൻ്റെ കൃഷിത്തോട്ടത്തിൻ്റെ മാറ്റങ്ങൾ ഇതൊക്കെയാണ്. ഇതിൽ ഇങ്ങനെ ഇത്രയും അധികം മാറ്റം വരാനും നന്നായിട്ട് ചെടി ഉണ്ടാവാനും ഏറ്റവും പങ്ക് വഹിച്ചത് മഴ തന്നെയാണ് കേട്ടോ. നമ്മൾ എത്രത്തോളം വെള്ളം നനച്ചു കൊടുത്താലും അതിനേക്കാട്ടും ഡബിൾ ഇരട്ടിയിൽ മഴ പെയ്തപ്പോൾ എല്ലാം വളർന്നു. പിന്നെ കുറേയൊക്കെ ഡിസഡ്വാൻറ്റേജ് വെച്ചാൽ കുറേ പുല്ലുകൾ, നമ്മുടെ ചെടീൻ്റെ ഇടയിൽ കൂടെ പുല്ലുകൾ, ആവശ്യമില്ലാത്ത കുറേ ചെടികൾ അതൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇനി അതൊക്കെ പറിച്ച് കളയണം. പിന്നെ കുറേ നമ്മുടെ ചാക്കൊക്കെ പാറിപ്പോയി, അതായത് കാറ്റ് വരുന്നത് കൊണ്ട് നമ്മുടെ ചെടിയൊന്നും ഹൈറ്റ് വെക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടായിരുന്നു നമ്മൾ ചാക്ക് ഇങ്ങനെ നമ്മുടെ വേലിയിൽ ഇങ്ങനെ കെട്ടിക്കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ കാറ്റടിച്ചും മഴ പെയ്തൊക്കെ നശിച്ചു പോയി. അതുപോലെ കുറേ ചാക്കുകൾ, മണ്ണ് നിറച്ചിട്ടുള്ള ചാക്കുകളൊക്കെ വിണ്ട് കയറി അത് നാശമായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ റീപോർട്ട് ചെയ്യണം, അതായത് വീണ്ടും ചാക്കിൽ മണ്ണ് നിറച്ച് ശരിയാക്കണം. അങ്ങനെ കുറച്ച് പണികളൊക്കെ ഉണ്ട്, അതൊക്കെ വരും ദിവസങ്ങളിലൊക്കെ കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുകയും വേണം. അപ്പോൾ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്തൊരു എപ്പിസോഡിൽ വരാം. അതുവരേക്കും ബൈ ബൈ.